ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇതാണ് ക്യാമറ. പക്ഷെ നേരെ നമുക്ക് സംസാരിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു VY. യെസ്, സോറി ഗായ്സ്, ഞങ്ങൾ ആംഗിളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. മറ്റേ വളർന്നു വരുന്ന യൂട്യൂബേഴ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ റാൻഡം സൺഡേ വ്ളോഗ്. ഇന്നത്തെ സൺഡേ എന്തായിരിക്കും? സാധാരണ സൺഡേ ഒന്നും ഉണ്ടാവാറില്ല. രാവിലെ ഉറങ്ങി എണീക്കും, കിടന്നുറങ്ങും, തോണ്ടും, ഫുഡ് കഴിക്കും, കിടന്നുറങ്ങും, തോണ്ടും. ഇത് മാത്രമേ ഉണ്ടാവര്. ഇന്ന് നമ്മൾ കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് ഒന്നും ചെയ്യില്ല. പ്രൊഡക്റ്റീവായിട്ട് വെറുതെ ഒന്ന് സൊസൈറ്റിന് താഴെ വരെ പോകാൻ വിചാരിക്കുന്നുണ്ട്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് വെയിലില്ലാത്ത സമയത്ത് നമ്മൾ പോയില്ലെങ്കിൽ നമ്മൾ നമ്മുടെ സൊസൈറ്റിന്റെ ടൂർ കാണിച്ചു കേട്ടോ. അത് ചെയ്യാം, സൊസൈറ്റി ടൂർ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ സുന്ദരന്മാരെ കാണാൻ പറ്റും. നമുക്കും ഗൈസ്, ജിമ്മിൽ ഒരു സുന്ദരം വരാറുണ്ട്. ബട്ട് ഒരു ദിവസം ഞാൻ ജിം വീഡിയോ എടുക്കുമ്പോൾ സുന്ദരൻ ഇല്ലാത്ത സമയം നോക്കി പോയിട്ട് എടുത്തരാം. ഇപ്പം ടൈം 1:30 ആവാൻ പോകുന്നു. നമ്മൾ ഈവനിങ് എന്തായാലും ഇവിടെ സൂര്യൻ അസ്തമിക്കുമ്പോഴത്തേക്ക് 7 മണി കഴിയും. അതാണ് ഗൈസ്, നാട്ടിൽ ഇപ്പം അങ്ങനെയാണോന്ന് അറിയില്ല. പൂനെയിൽ ഇപ്പൊ സൂര്യൻ അസ്തമിക്കില്ല. അത് പറയാൻ പറ്റേ, നമ്മൾ പൂനെയിലാണ് കേട്ടോ. വി ആർ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുമല്ലോ. ആ ലുക്കൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമെങ്കിൽ. ബട്ട് നമ്മുടെ പൂനെയിലാണ്. വി ആർ വർക്കിംഗ് ഹിയർ. സോ ഇവിടെ സൂര്യൻ അസ്തമിക്കുന്നില്ല ഗൈസ്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. വ്യൂസ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു Q&A നടത്തും. ഈ ചോദ്യങ്ങളൊക്കെ ഇത്തരങ്ങളൊക്കെ അന്നേരത്തേക്ക് മാറ്റി വെക്കാം. കുറച്ച് സസ്പെൻസിൽ നിൽക്കട്ടെ. എന്താണ്, എവിടെയാണ്, എങ്ങനെയാണെന്ന് നമ്മൾ അതിൽ പറയുന്നത്. എങ്ങനെ മീറ്റ് ചെയ്തു. ഇറ്റ്സ് എ വെരി ഗുഡ് സ്റ്റോറി, ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. വേറെ എന്താ, വേറെ നമ്മൾ ഇവിടെ ആരൊക്കെ ഉണ്ട് എല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ബൈ ഗായ്സ്. ഹായ്, നമുക്കിനി ഇന്ന് ലഞ്ച് എന്നാ നോക്കിയിട്ട് വരാം. ഇന്നത്തെ മെനു നോക്കാലോ. ഇതെന്താ അമ്മ ഇന്നത്തെ മെനു? ചോറ്, സാമ്പാർ, പൊട്ടറ്റോ ഫ്രൈ, പിന്നെ ഒരു കിടിലം പിക്കിളുണ്ട്. നമുക്ക് കിടിലം പിക്കിൾ ഗൈസ്, മസ്റ്റ് ട്രൈ. പ്രൊഡക്റ്റീവ് സൺഡേ ഗോയിങ് ടു നത്തിങ്. നമ്മൾ സിനിമ കാണാൻ പോകണം. അതായിരുന്നു ഞാൻ ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പോകുന്നു. തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി എല്ലാം കണ്ടു തീർത്തില്ലായിരുന്നു. ഇറങ്ങുമ്പോൾ പോയി കാണും. എന്നിട്ട് അടുത്ത ആഴ്ചയ്ക്ക് ഇനി ആഴ്ച എന്തിനു പോകുന്നു. സിനിമ പുതിയതൊന്നും ഇറങ്ങിയിട്ട് നമ്മൾ ദൃശ്യം കണ്ടു. ദൃശ്യം നമ്മൾ ഫസ്റ്റ് ഷോ കണ്ടു. ഇന്ന് നമ്മൾ മാച്ച് കാണും. RCB ഫൈനൽസ് IPL 2026 ഗുജറാത്ത്. ഓ, അതാണല്ലോ ഗുജറാത്തിന്റെ ഇതിലോ. ഇത് പോഡ്കാസ്റ്റ് കണ്ടത് ഞാൻ. ഏതോ പോഡ്കാസ്റ്റിൽ ആരുടെ റണ്ണിയാളെ പാടില്ല, ആരോ ഇന്നത്തെ ഗുജറാത്തിന് ഇങ്ങനെ പൊക്കി പറയുന്നത് കണ്ടായിരുന്നു. ഗുജറാത്തിൽ പൊക്കണ്ട, RCB പൊക്കിയാണ്. മണിനിസ് കണ്ട RCB ഫാൻ. RCB ജയിച്ച മണീൻ്റെ വകയിൽ ഇങ്ങനെ ട്രീറ്റ് തരുന്നതായിരിക്കും. കൂടുതലൊന്നും വേണ്ട, എനിക്കൊരു തരാം. RCB ജയിച്ച ലൈവ് സ്ട്രീമിംഗ് ഉണ്ടാവും. അങ്ങെത്തണം. നമ്മൾ എന്തായാലും 26 RCB ജയിച്ചാൽ 10 രൂപ പൊക്കോൺ. ഒരു 10 രൂപ പൊക്കോണുള്ളൂ. 20 രൂപ പൊക്കോൺ. ഓക്കെ, അത് പൊക്കോണ ആക്കി തന്നു. ഇന്നലെ പിന്നെ ആരാക്കിയ തന്നെ മണി സ്നേഹമുള്ള കുട്ടിയാണ്. അപ്പോൾ ബൈ ഗൈസ്. ബൈ പറയണ്ട. എന്തായാലും ഒരു 5 മിനിറ്റ് പിന്നെ കുത്തി പൊക്കൊണ്ട് വരും. മണിയെ പോസ്റ്റ് ചെയ്ത് ഗായസ്. മണീൻ്റെ പ്രൈവറ്റ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. നേരിട്ടാണ് ഇതിന് മെനയാണ്. ക്യാമറ കുറച്ചധികം എൻഹാൻസ് ചെയ്ത് കുത്തുങ്കോമൊക്കെ കാണിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ പുട്ടിയിടാത്തത് കൊണ്ടും. നാച്ചുറൽ ബ്യൂട്ടി ഗായ്സ്. അമ്മ അമ്മ ക്യാമറ ഷോ ആണ് ഗൈസ്. കുറച്ചതിന് ശേഷം ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ശേഷം അമ്മ വരുമായിരിക്കും. നമുക്ക് പ്രതീക്ഷിക്കാം. വിഷ് ഈസ് ഗ്രാൻറ്റഡ്. ആന്റിയുടെ മുഖത്ത് മറ്റേ ഇമോജി വെക്കും. എന്നിട്ട് പറയും സബ്സ്ക്രൈബ് ടു ഫേസ് റിവീൽ. വാവ്, ഐഡിയാസ്. So good ideas. ആരുടെ കല്യാണമായി? എവിടത്തെ കാണിച്ചുകൊണ്ടുന്നത് ഇവിടെ നമ്മളെ ഭാഷയിൽ സ്ലാങ് ഇടയ്ക്കിടയ്ക്ക് ഒരു വൃത്തിയായിട്ട സ്ലാങ് ഒക്കെ വരും കേട്ടോ. കാരണം അത് തിരുവനന്തപുരം കണ്ണൂർ മിക്സ്.
ഗ്ലെയർ അടിക്കുന്നു. ഇങ്ങനെ തരും. പോയാ അതിലൊരു ക്യൂട്ട് ഫോട്ടോ ഉണ്ട് ഗൈസ്. കാണുന്നുണ്ടോന്ന് അറിയില്ല. ഈ നിമിഷത്തിൽ ഈ വീഡിയോ ഫ്രെയിം ഇല്ലാത്ത അപർണവിയെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. ആര് ഫ്രെയിം കയറുന്ന മനസ്സിലാകുന്നില്ല. ഇതൊരു ക്യൂട്ട് ഫോട്ടോ ആണ്. ഫോക്കസ് ആവുന്നില്ല. ഫോക്കസ് കമോൺ. അത് അത്ര ക്ലാരിറ്റി ഉള്ളൂ. ഫ്രണ്ട് ക്യാമറ അല്ലേ ഗൈസ്? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. വീൽ അപ്ഗ്രേഡ് അവർ ഫോൺ. യാ, ഒരു ഐഫോണിലേക്ക് ഞങ്ങൾ ഇല്ല എനിക്കെന്തോ ഐഫോൺ വലിയ UI പിടുത്തമില്ല. യൂസേജ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ബാക്കിയൊക്കെ മണീൻ്റെ പ്രൈവറ്റ് ഐറ്റംസ് അത് കാണിക്കുന്നില്ല ഞാൻ. പ്രൈവറ്റ് മൊമെന്റ്സ് വേണമെങ്കിൽ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത മണി റിവീൽ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊരു നമ്പർ വിചാരിക്കും. ഫോർ എക്സാമ്പിൾ എൻ്റെ 59, വൈഷ്ണയുടെ 60. ഇപ്പോൾ ഞാൻ പറയും ഗസ്റ്റ് റേഞ്ച് 40. അപ്പോൾ വൈഷ്ണയുടെ എബോ 70. വൈഷ്ണയുടെ 70 എനിക്ക് എൻ്റെ 46 ആയിരിക്കും. അപ്പം വൈഷ്ണ 46 അങ്ങനെ വെച്ച് ഗസ്റ്റ് ചെയ്യണം. ട്രയൽ ഓക്കെ This is my number. About 50. No. 050. No. Oh, very good. അല്ല ഞാൻ വൈഷ്ണ എബോ 50 അപ്പോൾ ഞാൻ Oh, 25 to 50 critical number. Below 40? Yes. No. So it must be between 40 and 50. Below 60? No. 67. 40 is 47? അത് കഴിഞ്ഞിട്ട് 67. 63? No. Above 47? No. Oh, 46 to 48. Yeah. Oh, ഞാൻ പറഞ്ഞത്. Above 65? Yeah. 63? No. 64? 73? No. 41? No. Below 73? 72? Yeah. ഞാൻ 46 താഴെയാണ്. 43 അല്ല 41 അല്ല 45. Oh. 63. Oh, what number? 66. 67. No. Yeah guys, ഞാൻ ജയിച്ചു. 62. എനിക്ക് വയ്യ പറ. 71 below 73 71 65 65 above 71 ഇത് ഇത് മനസ്സിലായില്ലേ? above 65 എന്ന് പറഞ്ഞിട്ട് ചോദിച്ച നമ്പർ 63 ആണോ? മാത്തമാറ്റിക്സ്. എനിക്ക് ബുക്കും പെന്നും വേണം ഗൈസ്. മെമ്മറി തിരിയില്ലാതെ മനസ്സിലായി രണ്ടിനും. 5 മിനിറ്റ് കഴിഞ്ഞ് ആരോടെന്നാ ചോദിച്ചെന്ന് ഓർമ്മയില്ല. എനിക്ക് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ നമ്പർ ഏതാന്ന് ഒരു മനസ്സിലായില്ലായിരുന്നു. എനിക്ക് മനസ്സിലായി നമ്പർ 71 ആണെന്നുണ്ട്. മണിയൻ ഏതെല്ലാം നമ്പർ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ വൈഷ്ണവ് ബിലോ 46 എന്ന് പറഞ്ഞില്ല. ഞാൻ കറക്റ്റ് 46 അല്ല ബിലോ അല്ലേ ചോദിച്ചത്. 46 ഇൻക്ലൂഡഡ് അല്ല. അപ്പോഴേ വരും ഓക്കെ. അതൊരു സെക്കൻഡ് അവിടെ സ്റ്റക്ക് ഉണ്ട്. ആ വീഡിയോ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതൊക്കെ വേറെ കളിക്കാം. ഓക്കെ, ഇത് പോസ്റ്റ് അതവിടെ നിന്നോട്ടെ. ഇനി നമുക്ക് ആയിട്ടുള്ള റൂ കണ്ടന്റ്സ് ആണ്. നമ്മളെ ഫസ്റ്റ് വീഡിയോക്ക് 100 വ്യൂസ് ആയിരിക്കുന്നു. പക്ഷേ മറ്റേ 100 വ്യൂസിനാക്കി ഇച്ചിരി സബ്സ്ക്രൈബേഴ്സ് ഇല്ലു. കണ്ടവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സഹായിക്കുക. കൃതജ്ഞതയാണ്. കൃതജ്ഞത ആ സ്ഥലത്തിന്റെ പേരെന്നാ? കൃതജ്ഞതയായി. ആ തന്നെ അങ്ങനെ എന്തോ തോന്നുന്നു. എന്തായാലും ആര് എമ്മനോടൊന്നും ഇത് കാണൂല. എന്നാലും നന്ദി. ആ 100 വ്യൂസ് ആക്കി തന്ന എല്ലാവരും സബ്സ്ക്രൈബും കൂടി ചെയ്തൊരു 100 വ്യൂസ് ആക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ബാക്കി എനിക്ക് മാത്രമേ മലയാളത്തിലൊക്കെ അറിയുള്ളൂ. ഇനിയും മറ്റേ ഇതൊന്നും പര്യായ പദങ്ങൾ അറിയില്ല. ബൈ ബൈ. Cute. മണിയുടെ നെഞ്ച്. മാങ്ങ ഗൈസ്. മറ്റേ മാങ്ങ പഗലൂന് മാങ്ങ കിട്ടിയ അവസാനം
സെക്യൂർഡ് ഗൈസ്. ഇന്ന് ഞങ്ങൾ ഒന്ന് പ്രൊഡക്റ്റീവായി വെറൈറ്റി പുറത്ത് വരാമെന്ന് വെച്ച് പോയതായിരുന്നു. പക്ഷേ പട്ടി ചന്തക്ക പോയ പോലെ ആയി. ആകെ നല്ല കാര്യം ഉണ്ടായത് മണീനെ മാങ്ങ കിട്ടി. അത് കഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാം. ക്യാഷ് പോട്ടെ മാങ്ങ വരട്ടെ എന്നൊക്കെ വാങ്ങിച്ചതാണ്. എന്താവുന്ന കണ്ടറിയാം. സ്ട്രെസ്സാവുന്നു. ഇനി വീട്ടിലെത്തിയ ഒരു മാങ്ങ മുറിക്കുന്നതിന് ഒരു എവിടെ ക്യാപ്റ്റൻ എവിടെ ഓക്കെ ബൈ. ബൈ ഗൈസ്.